Sponsored program. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമസ്തേ. എൻ്റെ പേര് ജിജി തോംസൺ. കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. 2016 ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ഐഡിയ തോന്നി. കഴിഞ്ഞ 40 വർഷങ്ങളായി ഞാൻ സർക്കാരിനെ സേവിക്കുന്നു, കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും. ഈ 40 വർഷങ്ങളിലായി ഞാൻ നേടിയെടുത്ത അറിവും പരിചയവും പുതിയ തലമുറയ്ക്ക് എങ്ങനെ പകർന്നു കൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലൊരു ഐഡിയ വന്നത്. ഈ അറിവും പരിചയവുമുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ചിലരൊക്കെ IAS-കാരാണ്, ചിലർ IPS-കാരാണ്, ചിലർ വലിയ പ്രൊഫസർമാരാണ്. എല്ലാവരും റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ എല്ലാവരെയും ഒന്ന് സമ്മേളിപ്പിച്ച് സംയോജിപ്പിച്ച് ഒരു പരിപാടി ആവിഷ്കരിച്ചുകൂടാ? കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു പ്രോഗ്രാം എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ എന്നിങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവിക പിറന്നത്. പുതിയ തലമുറയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപോഷണത്തിന് ഉപയുക്തമാകുന്ന ഒരു പരിപാടി. അപ്പോൾ അത് എല്ലാ സ്കൂളുകളിലും ചെന്ന് പഠിപ്പിക്കാൻ നിവർത്തിയില്ല. കാരണം ഒരുപാട് സ്കൂളുകളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമുക്കൊരു ഓൺലൈനായിട്ട് കുറെ ക്ലാസ്സുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. അങ്ങനെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും കൊടുക്കണം. 15 മിനിറ്റ് മാത്രം വേണ്ടു, അതിൽ കൂടുതൽ ദൈർഘ്യമൊന്നും വേണ്ട. അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ അക്കാഡമിക് നിലവാരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിനെ ആശ്രയിച്ചിട്ടുള്ള ക്ലാസ്സുകളാവില്ല. അതിന് പകരം യോഗ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, പിന്നെ ജീവിത നൈപുണ്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, ഇവയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളുടെ വിദ്യാർത്ഥികളിലുള്ള കഴിവ് കണ്ടെത്തി അവരുടെ നൈപുണ്യങ്ങൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഓൾ റൗണ്ട് പേഴ്സണാലിറ്റിയെ ഉണ്ടാക്കുക. കാരണം ഇന്ന് നമ്മളുടെ മത്സര പരീക്ഷകളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുമുള്ള കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്നില്ല. സ്കൂളിൽ നല്ല മാർക്കൊക്കെ കിട്ടും, കോളേജിൽ നല്ല മാർക്കെല്ലാം കിട്ടും, വലിയ ഡിഗ്രികളൊക്കെ സമ്പാദിക്കും. പക്ഷേ മത്സര പരീക്ഷകളിൽ പോകുമ്പോൾ അവിടെ പെർഫോമൻസ് മോശമായി കാണുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം മത്സര പരീക്ഷകൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു പരിപാടി ഞങ്ങൾ ആവിഷ്കരിച്ചത്. ഇതാണ് ഭാവിക. ഈ പ്രോഗ്രാമാണ് നമ്മൾ നാളെ മുതൽ സെപ്റ്റംബർ 25 മുതൽ തുടങ്ങാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന് 15 മിനിറ്റ് മാത്രമേ ദൈർഘ്യമുള്ളൂ എന്ന്. ഈ 15 മിനിറ്റ് നേരം കൊണ്ട് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ചെറിയ ചെറിയ ഇൻപുട്സുകൾ നിത്യേന നൽകിയിട്ട് 100 ക്ലാസ്സുകളുണ്ട്. ഒരു ദിവസം ഒരു ക്ലാസ് മാത്രം, ഒരാഴ്ചയിൽ 5 ക്ലാസ്, ഒരു മാസം 20 ക്ലാസ്, പിന്നെ ആകെ 100 ക്ലാസ്. ഈ 100 ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ തീർച്ചയായും ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ക്രമാനുഗതമായി മികവ് പുലർത്താൻ കഴിയും. അങ്ങനെ 1, 2, 3 വർഷങ്ങൾ തുടർച്ചയായി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും. കാരണം മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പഠിപ്പിക്കുന്നതൊക്കെ റിട്ടയർ ചെയ്ത വലിയ സിവിൽ സർവൻസ് അല്ലെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥന്മാർ, പ്രൊഫസർമാർ, വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, അവരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ പരിപാടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, നല്ല ശ്രദ്ധയോടെ കേൾക്കണം.
പിന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ചെറിയ നോട്ട്സ് ഒക്കെ എഴുതി വെക്കണം. ഇത് ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലാണ്, അത് കേട്ട് പേടിക്കണ്ട. കാരണം എല്ലാം ഇംഗ്ലീഷിലായാലും എങ്ങനെ മനസ്സിലാവും? പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ, അതിൽ പ്രാവീണ്യം നേടിയേ പറ്റുള്ളൂ. കാരണം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ്, മത്സര പരീക്ഷകളെല്ലാം ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ നല്ല മികവുണ്ടാവണം. അങ്ങനെ മികവുണ്ടായാലേ നമുക്ക് ഈ പരീക്ഷകളൊക്കെ നമുക്ക് എഴുതി വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സുകളും ഇംഗ്ലീഷിലാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മലയാളം ക്ലാസ്സുകളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നാളെ മുതൽ ആരംഭിക്കുന്ന ഈ പ്രോഗ്രാമിൽ ശ്രദ്ധയോടെ കേൾക്കുകയും ഇതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയും വേണം. ഒരിക്കലും ഒരു ദിവസവും ഒരു ക്ലാസ്സും മിസ് ചെയ്യരുത്. ഇനി അഥവാ ഒരു ദിവസം മിസ് ചെയ്താൽ, എന്തെങ്കിലും കാരണവശാൽ സ്കൂളില്ല, അവധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാലും ഭയപ്പെടാനൊന്നുമില്ല. കാരണം ഈ ക്ലാസ്സുകളെല്ലാം അടുത്ത ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മിസ് ചെയ്താൽ വേറൊരു ദിവസം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കും. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കില്ലേ? ജീവിത വിജയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് കുറച്ചു നേരം ഞാൻ ഒന്ന് സംസാരിച്ചു കൊള്ളട്ടെ. തിരുവള്ളുവർ എന്നൊരു മഹാപ്രതിഭയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവള്ളുവർ തമിഴ്നാട്ടുകാരനായിരുന്നു. വലിയ തത്വജ്ഞാനിയായിരുന്നു, ചിന്തകനായിരുന്നു, കവിയായിരുന്നു. തമിഴ് സാഹിത്യത്തിലെ മുടിചൂടാ മന്നൻ എന്ന് പറയാം. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരുമായി അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ സംവദിക്കും. എങ്ങനെയാ? ചിലപ്പോൾ വല്ല മരച്ചോട്ടിലൊക്കെ ഇരുന്ന് അവരോട് സംസാരിക്കും, അല്ലെങ്കിൽ നദീ തീരത്ത് വെച്ച് സംസാരിക്കും. ഇങ്ങനെയാ സംസാരിക്കുക. ഒരു ദിവസം തിരുവള്ളുവർ ശിഷ്യന്മാരോട് ചോദിച്ചു, ഒരു താമരയുടെ ഉയരം എത്ര? അപ്പം താമരയുടെ ഉയരം എത്ര എന്ന് ചോദിച്ചാല്, നമ്മൾ താമര എല്ലാവരും കണ്ടിട്ടുണ്ട്. വെള്ളത്തിന്റെ മീതെ പൊന്തി കിടക്കുന്ന താമര കണ്ടിട്ടില്ലേ? അപ്പൊ വെള്ളത്തിന്റെ മീതെ പൊന്തി കിടക്കുന്ന താമരയ്ക്ക് ചിലപ്പോൾ 15 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ഉയരം കാണും. അതാണോ ഉത്തരം? അപ്പൊ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഗുരു ഇങ്ങനെ ചോദ്യങ്ങളൊന്നും, അങ്ങനെ ലളിതമായ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ഏത് ചോദ്യം ചോദിച്ചാലും അതിലൊരു കൊടുക്കുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഉത്തരം പറയാൻ. അവിടെ ശിഷ്യന്മാരെല്ലാം കൂടെ കൂട്ടം കൂടി പരസ്പരം കൺസൾട്ട് ചെയ്തു, ചർച്ച ചെയ്തു. അപ്പോൾ മിടുക്കനായ ഒരാൾ പറഞ്ഞു, ഈ താമരയുടെ ഉയരം നിർണ്ണയിക്കുന്നത് താമര വളരുന്ന വെള്ളത്തിന്റെ ആഴത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ 4 അടി വെള്ളമുണ്ടെങ്കിൽ താമരയ്ക്ക് 4 അടി ഉയരം. 5 അടിയാണ് വെള്ളത്തിന്റെ താഴ്ചയെങ്കിൽ അതിന്റെ ഉയരം 5 അടിയായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, താമരയുടെ ഉയരം നിർണ്ണയിക്കുന്നത് അത് വളരുന്ന വെള്ളത്തിന്റെ ആഴത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഗുരു ഉടനെ ചോദിച്ചു, ശരി, അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ഉയരം എത്ര? വീണ്ടും ശിഷ്യന്മാർ കുഴങ്ങി. മനുഷ്യന്റെ ഉയരം, ചില മനുഷ്യർക്ക് 5 അടി ഉയരമുണ്ട്, ചിലർക്ക് 6 അടി ഉണ്ട്, 6 അടി കൂടുതലുള്ളവരുണ്ട്, 5 അടി 5 ഇഞ്ചുള്ളവരുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഉയരം കൃത്യമായി പറയാൻ സാധിക്കുമോ? ആർക്കും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഉയരം അവന്റെ ജ്ഞാനത്തിന്റെ ആഴത്തെ ആശ്രയിച്ചിരിക്കും. The depth of his knowledge will determine the height of a person എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ട് ഇല്ലേ? വലിയ ആളാവണം, വലിയ നിലയിലെത്തണം, നല്ല ജോലി വേണം, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണമെങ്കിൽ നമുക്ക് വേണ്ടത്, ഏറ്റവും പ്രധാനമായി വേണ്ടത് അറിവാണ്. ഒരുപാട് അറിവുകൾ ഉണ്ടാവണം. അങ്ങനെ നല്ല അറിവുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ അറിവിൽ നിന്നും വിവേകമുണ്ടാവണം, വിസ്ഡം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ അറിവുണ്ടാകുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അത് തന്നെയായിരിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, കുറെ അറിവുകൾ ഇങ്ങനെ വാരി കൂട്ടിയാൽ മതിയോ? പോരാ. ഞാൻ പറഞ്ഞില്ലേ, അറിവുകളിൽ നിന്നും പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഒരു സ്റ്റെപ്പും കൂടി മീതെ ഉണ്ട്. എന്താ? വിസ്ഡം, വിവേകം. അപ്പൊ വിവേകമതിയാവണം. അപ്പൊ നല്ല വിവേകമതിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഞാനൊരു കഥ പറയാം. ഒരിക്കലും ഒരു ബുദ്ധ സന്യാസി ഇതേപോലെ നമ്മൾ തിരുവള്ളുവറിനെ പോലെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ ബുദ്ധ സന്യാസിയോട് ചോദിച്ചു, ഗുരു,
എനിക്കൊരാഗ്രഹം, അതൊന്ന് നിറവേറ്റി തരുമോ? അപ്പൊ ഗുരു പറഞ്ഞു, എന്താ നിന്റെ ആഗ്രഹം? അപ്പോഴ് ശിഷ്യൻ പറഞ്ഞു, എനിക്ക് വിവേകമതിയാവണം. ലോകത്തിലെ ഏറ്റവും വലിയ വിവേകമതി എന്ന നിലയിലേക്ക് എനിക്ക് ഉയരണം. ഐ വോണ്ട് ടു ബിക്കം എ മാൻ ഓഫ് വിസ്ഡം. അപ്പൊ ഗുരു ഒന്നും വേണ്ടിയില്ല. ഗുരു എന്ത് ചെയ്തെന്നറിയാമോ? കൈ ഇങ്ങനെ കാണിച്ചു, എന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരു നടക്കാൻ തുടങ്ങി. ശിഷ്യനും പുറകെ നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴും നദിയുടെ തീരത്തെത്തി. അപ്പൊ ശിഷ്യൻ വിചാരിച്ചു, നദിയുടെ തീരത്തിരുന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഗുരു അങ്ങോട്ട് പോയത്. പക്ഷെ ഗുരു നദിയുടെ തീരത്തെത്തിയിട്ട് അവിടെ നിന്നില്ല, നദിയിലേക്ക് ഇറങ്ങി. ശിഷ്യൻ ഒന്ന് മടിച്ചു. ഗുരു തിരികെ നോക്കി, വീണ്ടും കൈ കാണിച്ചു, വാ എന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുട്ടറ്റം വെള്ളം, ശിഷ്യന്റെയും മുട്ടറ്റം വെള്ളം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അരവരെ വെള്ളം, ശിഷ്യന്റെയും അരവരെ വെള്ളം. അതും കഴിഞ്ഞ് ഗുരു പിന്നെയും മുന്നോട്ട് പോവുകയാ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നെഞ്ചു വരെ വെള്ളമായി. ശിഷ്യന് പേടിയായി, എന്താണ് ഇനി 2 സ്റ്റെപ്പോട് മുമ്പോട്ട് പോയാൽ മൂക്കറ്റം വെള്ളമോ, പിന്നെ വെള്ളത്തിൽ താണത് തന്നെ. ഗുരു നിന്നില്ല, ഗുരു പിന്നെയും മുന്നോട്ട് നടക്കുക. അപ്പൊ മൂക്കറ്റം വെള്ളമായി. അപ്പൊ ഇയാൾ ഇങ്ങനെ ഏന്തി കാലിലിങ്ങനെ എന്തിയൊക്കെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഗുരു എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞിട്ട് ഈ ശിഷ്യന്റെ 2 തോളിലും പിടിച്ചവനെ വെള്ളത്തിൽ അങ്ങ് മുക്കി. 2 മിനിറ്റ് വെള്ളത്തിനടിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു. ഇവൻ കൈയും കാലും ഇട്ടടിച്ചു, എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് നിലവിളിച്ചു. വായിൽ കൂടിയും മൂക്കിൽ കൂടിയൊക്കെ വെള്ളം കയറി. അവസാനം ശിഷ്യൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴ് ഗുരു പെട്ടെന്ന് അവനെ 2 കൈയും കൊണ്ട് പൊക്കി അങ്ങ് എടുത്തു. അപ്പോൾ അവൻ വെള്ളമൊക്കെ ഛർദ്ദിച്ചു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ശ്വാസം എടുത്തിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്നെ എന്തിനാണ് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ അങ്ങ് ശ്രമിച്ചത്? അപ്പൊ ഗുരു പറഞ്ഞു, എടാ, നിന്നെ വെള്ളത്തിൽ മുക്കിയപ്പോ നിന്റെ ആഗ്രഹം എന്തായിരുന്നു? അപ്പൊ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ശ്വാസം വേണമായിരുന്നു, എനിക്ക് മറ്റൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു, എന്നാണോ നിനക്ക് ഇതുപോലെ വിവേകമതി ആയേ തീരൂ എന്ന ആഗ്രഹം ഉണ്ടാകുന്നത്, അപ്പോഴേ നീ വിവേകമതി ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, നമുക്ക് വിവേകമതി ആകണമെന്നുണ്ടെങ്കിൽ ആ വിവേകമതി ആകണമെന്ന ഉത്കടമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ആഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൊയ്യാൻ സാധിക്കുകയുള്ളൂ. ജീവിത വിജയം നേടണമെങ്കിൽ ആദ്യം വേണ്ടുന്നത് ഇതുപോലൊരു വലിയ ആഗ്രഹമാണ്, ഉത്കടമായ ആഗ്രഹമാണ്, ഒരിക്കലും വറ്റാത്ത ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ആസ്ട്രോനോട്ട് ആവണം, ബഹിരാകാശ സഞ്ചാരിയാവണം, IT വിദഗ്ധനാവണം, എഡിറ്റർ ആവണം, ജേർണലിസ്റ്റ് ആവണം, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. ചിലപ്പോൾ ചിലന്ന് പറയും, എനിക്ക് മെസ്സിയെ പോലെ ഫുട്ബോൾ കളിക്കണം, വേറൊരാൾക്ക് എനിക്ക് സൊണാൽ മാൻസിങ്ങിനെ പോലെ ഡാൻസ് ചെയ്യണം, വേറൊരാൾക്ക് യേശുദാസിനെ പോലെ പാടണം, അല്ലെങ്കിൽ ചിത്രയെ പോലെ പാടണം. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്, ഇല്ലേ? ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ആഗ്രഹം ഉണ്ടായേ പറ്റൂ. പക്ഷെ വലിയ ആഗ്രഹങ്ങളാവണം. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, എന്നും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, കളിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് ചേരുമ്പോഴെല്ലാം ഈ ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിലുണ്ടാവണം. ഇങ്ങനെ ആഗ്രഹം മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടന്ന് പോയാൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? ഒരു വലിയ ഡിസയർ വേണം. നമ്പർ 1. ഡിസയർ മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ. പിന്നെന്താ വേണ്ടത്? ഡിസയർ ഉണ്ടായാൽ മാത്രം പോരാ, നല്ല ഡിറ്റർമിനേഷൻ വേണം. എന്ന് പറഞ്ഞാൽ നല്ല നിശ്ചയദാർഢ്യം വേണം. ഇത് ഞാൻ നേടിയെടുത്തിരിക്കും എന്ന് പറയണ്ട. ചുമ്മാതെ പറ്റുമെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാരനായാൽ കൊള്ളാം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആയാൽ കൊള്ളാം എന്നിങ്ങനെ വിചാരിച്ച പോരാ. ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ട നിശ്ചയദാർഢ്യം വേണം. അതാണ് രണ്ടാമത്തേത്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? ഡിസയർ. രണ്ടാമത് വേണ്ടത് എന്താ? ഡിറ്റർമിനേഷൻ. അപ്പൊ 2 കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഇപ്പോൾ ഇത് തീർന്നില്ല, ഇനി മൂന്നാമതൊന്നും കൂടി ഉണ്ട്. അതെന്താ? മൂന്നാമത്തേത് ഡിസിപ്ലിൻ ആണ്. അതായത് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, വലിയ നിശ്ചയദാർഢ്യമുണ്ട് എന്ന് പറഞ്ഞാലും പോരാ, ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ട ഒരു ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ ടീച്ചർമാര് അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താക്കളൊക്കെ പറയില്ലേ, എടാ രാവിലെ എഴുന്നേൽക്കണം, 5 മണിക്ക് എഴുന്നേൽക്കണം, എഴുന്നേറ്റ് പഠിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മൾക്ക് വലിയ മടിയൊക്കെയാണ്. പിന്നെ അവർ നിർബന്ധിച്ച് നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മളൊരു ഡിസിപ്ലിൻ നമ്മളെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇത് അധ്യാപകരും രക്ഷകർത്താക്കളും തീർച്ചയായിട്ടും നിങ്ങളെ ഡിസിപ്ലിൻഡ് ആക്കാൻ ശ്രമിക്കും.
പക്ഷെ അവരാക്കി അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒരു ഡിസിപ്ലിൻഡ് ആവണം. എന്ന് പറഞ്ഞാല് ഓരോ വിഷയങ്ങളും പഠിക്കുന്നതിന് എത്ര സമയം വേണം, എപ്പോഴൊക്കെ പഠിക്കണം. രാവിലെ ചിലരൊക്കെ 5 മണിക്ക് എഴുന്നേൽക്കും, ചിലർ 4 മണിക്ക് എഴുന്നേൽക്കും, ചിലർ 9 മണിക്ക് കിടന്നുറങ്ങും, ചിലർ 10 മണി കിടന്ന് ആയാലും ഉറങ്ങും. അപ്പൊ ഈ സമയം ഓരോരുത്തരുടെയും ശരീരപ്രകൃതം അനുസരിച്ചാണ് ഓരോരുത്തരും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനനുസരിച്ച് വേണം നമ്മുടെ പ്ലാൻ ഉണ്ടാക്കാൻ. രാവിലെ എഴുന്നേറ്റാല് മുഖമൊക്കെ കഴുകി ശുചിമുറിയിലൊക്കെ പോയതിനു ശേഷം വന്നിരുന്ന് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞാൽ പഠനം ആരംഭിക്കണം. അപ്പോൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഏത് വിഷയമാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ളത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിന് വേണം സമയം നിങ്ങൾ വിഭജിക്കണം. അപ്പൊ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വിഷയത്തിന് കൂടുതൽ സമയം കൊടുക്കണം, എളുപ്പമുള്ള വിഷയത്തിന് കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, രാവിലെ പത്രം വായിക്കണം, പിന്നെ വീട്ടുകാര്യങ്ങൾ കുറെയൊക്കെ നോക്കണം, വൈകുന്നേരം കളിക്കാൻ പോകണം, ഒരു സിനിമയൊക്കെ ഇടയ്ക്ക് കാണണം, വൈകുന്നേരത്തെ ന്യൂസ് ഒക്കെ കേൾക്കണം. ഇങ്ങനെ എല്ലാം ചെയ്യാൻ സമയം കണ്ടെത്തണം. അപ്പോൾ അല്ല എനിക്ക് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകപ്പുഴ ആയാൽ പറ്റില്ല. ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം അലോട്ട് ചെയ്യണം. നല്ല ടൈം മാനേജ്മെന്റ് വേണമെന്ന് മാനേജ്മെന്റ് ജാർഗണിൽ പറയാം. ടൈം മാനേജ്മെന്റ് അത് വലിയ MBA ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കുഞ്ഞുനാൾ മുതലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കുന്നതാണ് ഈ ഡിസിപ്ലിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു വലിയ ഡിസയർ വേണം, 2 ഡിറ്റർമിനേഷൻ വേണം, 3 ഡിസിപ്ലിൻ വേണം. ഇത് 3 മാത്രം മതിയോ? പോരാ, ഇത് ഒന്നുകൂടി വേണം. എന്താണെന്നറിയാമോ? 4 വേണ്ടത് ഡെഡിക്കേഷൻ ആണ്. അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക, അതിൽ നമ്മൾ ആത്മാർപ്പണം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാല് അത് നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിലേക്ക് നമ്മൾ പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കണം. അപ്പൊ നിങ്ങള് കേട്ടിട്ടില്ലേ പാണ്ഡവരുടെയും കൗരവരുടെയും കഥ? പാണ്ഡവരെയും കൗരവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ദ്രോണാചാര്യരായിരുന്നു അല്ലെ. ദ്രോണാചാര്യരെ ഈ രാജകുമാരന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിച്ചിട്ട് ഇടയ്ക്ക് അവരുടെ കഴിവ് ഒന്ന് അളക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഇട്ടു. എങ്ങനെയാ ടെസ്റ്റ് ഇട്ടത്? നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ ടെസ്റ്റ് പേപ്പർ ഒന്നും ആയിരുന്നില്ല. പിന്നീട് അവർ രാജകുമാരന്മാരെല്ലാം വിളിച്ച് ദ്രോണാചാര്യർ ഒരു കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രാവിനെ എടുത്ത് ഒരു വൃക്ഷശാഖയിൽ വെച്ചു. എന്നിട്ട് രാജകുമാരന്മാരുമായി കാടിന് പുറത്തു വന്നു. മുമ്പിൽ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്ത് അക്കരെ എത്തി. എന്നിട്ട് എല്ലാവരെയും നിരത്തി നിർത്തി. യുധിഷ്ഠിരൻ മുതൽ എല്ലാവരും, 5 പാണ്ഡവന്മാരും 100 കൗരവന്മാരും. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഒരു ടെസ്റ്റ് ഇടാൻ പോവുകയാണ്. എന്താ? നിങ്ങൾ അമ്പ് ചെയ്യണം. അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ആ വൃക്ഷശാഖയിൽ വെച്ചിരിക്കുന്ന പക്ഷിയുടെ കണ്ണിൽ കൊള്ളണം. അതാണ് ടെസ്റ്റ്. എന്താ, സമ്മതിച്ചോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു സമ്മതിച്ചു. അപ്പൊ അതുകഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചു. പാണ്ഡവന്മാരിൽ ഏറ്റവും മൂത്ത ആളാണ് യുധിഷ്ഠിരൻ. ധർമ്മപുത്രർ എന്നൊക്കെ പേരുള്ള ആളാണ്, ധർമ്മിഷ്ഠനായ ആളാണ്. അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ യുധിഷ്ഠിര, നീ എന്താ കാണുന്നത്? അപ്പൊ യുധിഷ്ഠിരൻ തന്റെ ഗുരുവിനെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഗുരുവിനെ കാണുന്നു, ചുറ്റും എൻ്റെ സഹോദരങ്ങളെ കാണുന്നു, മുമ്പിൽ നദി ഒഴുകുന്നത് കാണുന്നു, അപ്പുറത്ത് ഒരു കാട് കാണുന്നു, ആ കാട്ടിൽ ഒരു വൃക്ഷശാഖയിൽ ഒരു പക്ഷി ഇരിക്കുന്നത് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. ഗുരു പറഞ്ഞു, നിർത്ത്. അടുത്ത ആളിനെ വിളിച്ചു, ഭീമൻ. അയാളും അത് തന്നെ പറഞ്ഞു. പിന്നെ നകുലൻ, സഹദേവൻ, എല്ലാവരും ഒരേ ഉത്തരം. എല്ലാവരും കോപ്പയടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കൗരവന്മാരെ വിളിച്ചു, എല്ലാവർക്കും ഒരേ ഉത്തരം. അത് കഴിഞ്ഞ് അദ്ദേഹം ദ്രോണാചാര്യർ തന്റെ സ്വന്തം മകനെ വിളിച്ചു, അദ്ദേഹവും അത് തന്നെ പറഞ്ഞു. ഗുരുവിന് ഇതൊന്നും സമ്മതമായില്ല. അവസാനം ദ്രോണാചാര്യർ എന്ത് ചെയ്തു? തന്റെ പ്രിയ ശിഷ്യനായ അർജുനനെ വിളിച്ചു. എന്നിട്ട് അർജുനനോട് ചോദിച്ചു, അർജുന, നീ എന്താണ് കാണുന്നത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ പക്ഷിയുടെ കണ്ണു മാത്രം കാണുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഡെഡിക്കേഷൻ. നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ അത് തന്നെ ആയിരിക്കണം നാം കാണേണ്ടുന്നത്. വേറൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവരുത്, വേറൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. അപ്പൊ നമ്മള് IAS ഓഫീസർ ആകണം, IPS ഓഫീസർ ആകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ആഗ്രഹം കൊണ്ട് നടന്നാൽ ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങണം. മറ്റു പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ചിലർ പറയും, നമുക്ക് നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങ്, നമുക്ക് പിന്നെ രാഷ്ട്രീയ നേതാവാകാം എന്നൊക്കെ പറഞ്ഞ് വഴിതെറ്റി പോകാനൊക്കെ ഇടയുണ്ട്. അതൊന്നും പാടില്ല. നമ്മുടെ ലക്ഷ്യം എന്തോ
അത് നിറവേറ്റുന്നത് വരെ പൂർണ്ണമായും അതിൽ നമ്മെ തന്നെ സമർപ്പിച്ചിരിക്കണം. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? ഡിസയർ വേണം, ആഗ്രഹം ഉണ്ടാവണം, ഉത്കടമായ ആഗ്രഹം ഉണ്ടാവണം. പിന്നെ നല്ല ഡിറ്റർമിനേഷൻ വേണം, നല്ല നിശ്ചയദാർഢ്യം വേണം. പിന്നെ നല്ല ഡിസിപ്ലിൻ വേണം. പിന്നെ എന്താ? നല്ല ഡെഡിക്കേഷൻ വേണം. ഈ 4 കൂടി ഒത്തുചേരുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം കൊയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ 4 കാര്യങ്ങളും, ഡിസയർ, ഡിറ്റർമിനേഷൻ, പിന്നെ ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ, ഈ 4ഉം ചേരുമ്പോൾ നമുക്ക് വലിയ ജീവിത വിജയം കൊയ്യാൻ സാധിക്കും. അങ്ങനെ ജീവിത വിജയം കൊയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Bhavika, a student enrichment program.